കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ആഴ്ചത്തെ സാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വൻ പോരാട്ടം എന്ന പാഠഭാഗമാണ്. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് 7ാമത്തെ പാഠമാണ്. പ്രതീക്ഷയാൽ പ്രചോദിപ്പിക്കപ്പെട്ടു എന്നുള്ളതായ ഈ പാഠം ചർച്ച ചെയ്യുന്നതിന് 2 പാസ്റ്റർമാർ നമുക്ക് സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഒപ്പം നിങ്ങളേവരെയും ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ VM ജോസഫ് അവറുകൾ ഇന്ന് ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. ഇന്നത്തെ പാഠത്തിൻ്റെ ചർച്ചയിലേക്ക് പാസ്റ്ററെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. പാസ്റ്റർ ബിനോയ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. സ്നേഹപൂർവ്വം ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ നന്ദി. നാം ഈ ആഴ്ചയുടെ പാഠത്തിൽ നാം കാണുന്നത് ക്രിസ്തുവിൻ്റെ 2ാം വരവിന് വേണ്ടി ഒരു ജനതയെ ഒരുക്കുന്നതിനെക്കുറിച്ചാണ് നാം പഠിക്കാൻ പോകുന്നത്. കാലങ്ങളായി കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി മനുഷ്യർ ഒരുങ്ങിയിരിക്കുകയും എന്നാൽ നാളിതുവരെ കർത്താവ് യേശു ക്രിസ്തു 2ാമത് വന്നിട്ടില്ല എന്ന് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നവർക്കും അറിവുള്ളതുമായ കാര്യങ്ങളാണ്. കർത്താവ് യേശു ക്രിസ്തു വരുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? വരാൻ വൈകുന്നതിൻ്റെ കാരണം എന്താണ്? ഒപ്പം നാം കാത്തിരിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയും എന്താണ് എന്നുള്ളത് നാം ഈ ആഴ്ചത്തെ പാഠത്തിൽ നാം ചർച്ച ചെയ്യുവാൻ പോവുകയാണ്. മനപ്പാഠവാക്യം നമുക്ക് യെശയ്യാവിൻ്റെ പ്രവചനം 25-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം, അവനെ അത്രേ നാം കാത്തിരുന്നത്, അവൻ നമ്മെ രക്ഷിക്കും, അവൻ തന്നെ യഹോവ, അവനെ അത്രേ നാം കാത്തിരുന്നത്, അവൻ്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കാം എന്ന് അവർ പറയും. പാസ്റ്റർ ബിനോയ്, വേദപുസ്തക എഴുത്തുകാരും സഭാപിതാക്കന്മാരും നവീകരണ കർത്താക്കളും ഒപ്പം ഇന്ന് ജീവിക്കുന്നതായ ദൈവത്തിൽ വിശ്വസിക്കുന്നതായ സകല മനുഷ്യരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ കാത്തിരിപ്പ് ദീർഘമായി പോകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ദൈർഘ്യം കൂടുന്നത് എന്തുകൊണ്ടാണ്? യഥാർത്ഥത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് സകലരെയും രക്ഷിക്കാനായിട്ട് ഞാൻ കാത്തിരിക്കുന്നു എന്നേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഓരോരുത്തരും മാനസാന്തരപ്പെടാനുള്ള അവസരം ദൈവം നൽകുന്നതിന് വേണ്ടിയിട്ട് കൂടെയാണ്. ഈ നവീകരണ കർത്താക്കളൊക്കെ അവരെല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി നോക്കി പാർത്തിരുന്നു. യഥാർത്ഥത്തിൽ നവീകരണത്തിൻ്റെ സമയത്ത് അവർ കണ്ടെത്തിയ വലിയൊരു സത്യം കൂടെയാണ് യേശു ക്രിസ്തു വേഗം വരുന്നു എന്നുള്ള കാര്യം. ജോൺ വിക്ലിഫ് അദ്ദേഹം പറയുന്നത് സഭയുടെ പ്രത്യാശയാണ് യേശു ക്രിസ്തുവിൻ്റെ വരവ് എന്നാണ്. കാൽവിൻ പറയുന്നത് ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവാണ് നമ്മളെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യം എന്നാണ്. നമ്മൾ ഭയപ്പെടേണ്ടുന്ന ഒരു കാര്യമല്ല കർത്താവിൻ്റെ വരവ്. നമ്മൾ ഞെട്ടിത്തിരിച്ചിരിക്കേണ്ടുന്ന ഒരു സംഭവമല്ല കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ്. അത് നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശയാണ്, ക്രിസ്ത്യാനിത്വത്തിൻ്റെ നട്ടെല്ലാണ്. യേശു മടങ്ങി വരുന്നതാണ് ഏറ്റവും വേദപുസ്തകത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അവസാനം, ശുഭപര്യവസാനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ 2ാം വരവാണ്. പാസ്റ്റർ, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ 2ാം വരവാണ് സകല ദൈവവിശ്വാസികൾക്കും, അത് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, ഹൈന്ദവർക്കും അതുപോലെ ഇസ്ലാമികൾക്കും ഒക്കെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവിൽ പ്രത്യാശയുള്ളവരാണ്. ഒരുപക്ഷെ അവർ നാം വിശ്വസിക്കുന്നത് പോലെ വിശ്വസിക്കുന്നില്ല എങ്കിൽ പോലും കർത്താവ് യേശു ക്രിസ്തു മശിഹ വീണ്ടും വരും എന്ന പ്രത്യാശയിൽ ജീവിക്കുന്നതായ ആ വിശ്വാസ സമൂഹങ്ങളാണ്. എന്നാൽ നൂറ്റാണ്ടുകളായി ഇത്തരത്തിലുള്ളതായ പ്രത്യാശ നമുക്ക് വേദപുസ്തകത്തിലൂടെ വളരെ വ്യക്തമായി ലഭിക്കുന്നു. ഈ പ്രത്യാശയുടെ നങ്കൂരം അല്ലെങ്കിൽ ഈ പ്രത്യാശയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വപ്രതിഷ്ഠിത എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. സകല ദൈവവിശ്വാസികളും അതിൻ്റെ 1ാം വരവിൽ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് വന്നത്. എന്നാൽ 2ാം വരവിൽ കർത്താവ് വരാൻ പോകുന്നത് പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയല്ല, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. അതായത് തനിക്കായി കാത്തു നിൽക്കുന്നവരെ കൊണ്ടുപോകാൻ വേണ്ടി. കർത്താവ് പറഞ്ഞത് ഒരു മഹത്വപരമായ പ്രത്യാശ, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ആ പ്രക്രിയയ്ക്ക് വേണ്ടി കർത്താവ് വീണ്ടും വരാൻ പോകുന്നത്. അതുകൊണ്ട് ആ മഹത്വപരമായ പ്രത്യാശയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് കാത്തിരിക്കുന്നത്. കർത്താവിൻ്റെ വരവ് നൂറ്റാണ്ടുകളായി ദൈവവിശ്വാസികൾ കാത്തിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. പാസ്റ്റർ, നമ്മുടെ വിശ്വാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരുപക്ഷെ
രക്ഷ ലഭിക്കുന്നതിനെ പോലെയോ അല്ലെങ്കിൽ നാം പാപത്തിൽ നിന്ന് വിമുക്തി നേടുന്നതിനെ പോലെയോ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു വിശ്വാസമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ്. അപ്പോൾ ഈ പ്രത്യാശയാണ് ഒരു വ്യക്തിയെ ഈ ജീവിതത്തിൽ ഇങ്ങനെ ഓരോ ദിവസവും മുൻപോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിശ്വാസം ഇത്രയും പ്രത്യേകതയുള്ളതാകാൻ, പ്രധാനപ്പെട്ടതാകാൻ എന്താണ് കാരണം? ബൈബിൾ വാക്യം പറയുന്നത് കർത്താവായ യേശുക്രിസ്തു വരുന്നില്ലെങ്കിൽ, ആ പ്രതീക്ഷ, വിശ്വാസമില്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷയില്ലാത്തവരാണ്, പ്രത്യാശയില്ലാത്തവരാണ്. പ്രത്യാശയില്ലാത്ത ആളുകൾ അപകടകരമായ സ്വഭാവം കാണിക്കും. പ്രതീക്ഷയില്ലാത്തവർക്ക് അപകടകരമായ സ്വഭാവം കാണിക്കും. 1 കൊരിന്ത്യർ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ, മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാത്രേ. കർത്താവായ യേശുക്രിസ്തു ഒന്നാമത് വന്നു, ഇവിടെ ജീവിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു പോയി എന്നുള്ളതാണ് രണ്ടാമത് യേശുക്രിസ്തു വരും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവും അടിസ്ഥാനവും. അതുകൊണ്ട് തന്നെ ആ ഉറപ്പ് പറഞ്ഞ കർത്താവ് വീണ്ടും മടങ്ങി വരും. ക്രിസ്തു മരിച്ച് ഉയർത്തിട്ടില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഉറപ്പ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതവും മരണവുമാണ്. കർത്താവായ യേശുക്രിസ്തു വന്നു എന്നും കർത്താവായ യേശുക്രിസ്തു ഇനി ജഡശരീരമുള്ളവനായി വരില്ല എന്നും കർത്താവായ യേശുക്രിസ്തു വന്ന് തൻ്റെ സഭയെ ചേർത്തുകൊണ്ട് പോയി എന്നുമൊക്കെ ഉള്ളതായ വർത്തമാനം ഇന്ന് ലോകത്തിൽ പരന്ന് പ്രഖ്യാപിക്കുന്നതാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ പല സംഘടനകൾ അവരുടെ കൂട്ടായ്മയിൽ ചേർന്നാൽ അവർക്ക് നേരിട്ട് സ്വർഗത്തിൽ പോകാമെന്നും, അഥവാ അവരുടെ സംഘടനയിൽ ചേർന്നാൽ മാത്രമേ സ്വർഗത്തിൽ പോകാൻ കഴിയൂ എന്നുമുള്ളതായ പഠിപ്പീരുകളൊക്കെ ഇന്ന് ലോകത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ വേദപുസ്തകം വിശ്വസിക്കുന്നതായ മലയാളികളുടെ ഇടയിൽ ധാരാളം ഉണ്ട്. ഇങ്ങനെയുള്ളതായ സംഭവങ്ങൾ വർദ്ധിച്ചു വരും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. കർത്താവ് യേശു ക്രിസ്തു തന്നെ പറയുന്നു, ഇതാ ഞാൻ അവിടെ വന്നു, ഇതാ ഞാൻ ഇവിടെ വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? പുറപ്പെടരുത്. നിങ്ങളത് വിശ്വസിക്കുകയും ചെയ്യരുത്. കാരണം കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, കർത്താവിൻ്റെ വരവോ കിഴക്ക് നിന്ന് പടിഞ്ഞാറോളം മിന്നൽ വിളങ്ങുന്നത് പോലെ വെളിവാകും, സകല ലോകരും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവിനെ കാണും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കർത്താവിൻ്റെ വരവ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ഭാഗ്യകരമായ പ്രത്യാശ എന്ന് പറയുന്നത് അത് വെറുതെ അല്ല, അത് വാസ്തവമാണ്. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വകരമായ പ്രത്യാശയാണെന്നുള്ളതിൽ സംശയമില്ല. നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം ഈ പാഠത്തിൻ്റെ ബാക്കി ഭാഗം ചർച്ച ചെയ്യാം. ദൈവം നമ്മോടും കൂടി ഇരിക്കട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യാശയെക്കുറിച്ച് കൂടുതലായി ചർച്ച ചെയ്യുവാൻ നിങ്ങൾ ഞങ്ങളോടൊപ്പമായിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ജോസഫ്, നാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വേഗം വരവിനെക്കുറിച്ച്, വീണ്ടും വരവിനെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ രീതികളെക്കുറിച്ച് വളരെ സവിസ്തരമായി വേദപുസ്തകം പറയുന്നു. എങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരാൻ പോകുന്നത്? കർത്താവിൻ്റെ വീണ്ടും വരവ്, കർത്താവ് തന്നെ പറഞ്ഞത് മിന്നൽ കിഴക്കെന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രൻ്റെ വരവ് ആകും എന്നാണ്. അതുപോലെ വെളിപ്പാട് പുസ്തകം 1-7 വാക്യത്തിൽ ഏത് കണ്ണും അവനെ കുത്തിത്തെളിച്ചവരും അവനെ കാണും എന്ന് പറയുന്നു. പിന്നെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 1:11 വായിക്കുന്നത്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്ത് നോക്കി പ്രവചിച്ചു നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ അവൻ സ്വർഗത്തിലേക്ക് പോയെന്നാലും കണ്ട പോലെ തന്നെ അവൻ വീണ്ടും വരും. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ആ പ്രത്യക്ഷത എന്ന് പറയുന്നത് എല്ലാവർക്കും കാണത്തക്ക വിധത്തിലുള്ള ഒരു പ്രത്യക്ഷതയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് സത്യമാണ്. പലരും കർത്താവ് രഹസ്യത്തിൽ വരുമെന്നും ആരും അറിയാതെ വരുമെന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതൊക്കെ തെറ്റായ വ്യാഖ്യാനങ്ങളാണ്. കർത്താവ് എല്ലാവരും കാണത്തക്ക വിധത്തിൽ തന്നെ വരും എന്നാണ് തിരുവനന്തപുരം പഠിപ്പിക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തു വരുന്നത് എല്ലാവരും കാണും എന്നുള്ളത് വേദപുസ്തകത്തിൽ സ്ഥായിയായി അടിവരയിട്ട് പറയുന്നതായ ഒരു വസ്തുതയാണ്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് 1800കളുടെ മധ്യഭാഗത്ത് വില്യം മില്ലർ എന്ന് പറയുന്നതായ ഒരു ചെറുപ്പക്കാരൻ വളരെ ശക്തമായി പ്രസംഗിച്ചിരുന്നു. കർത്താവായ യേശു ക്രിസ്തു വരും എന്നുള്ളത് തന്നെയും തന്നോടൊപ്പമുള്ളവരെയും വളരെ ഹൃദ്യമായ ഒരു സന്തോഷം ഉളവാക്കുകയും അവരുടെ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്തു. ഈ വില്യം മില്ലർ ആരാണെന്നും വില്യം മില്ലറിൻ്റെ ഒരു ഹ്രസ്വ പശ്ചാത്തലം നമ്മുടെ പ്രേക്ഷകരുടെ ബെനിഫിറ്റിന് വേണ്ടി പാസ്റ്റർ ഒന്ന് പറയുന്നത് നന്നായിരിക്കും. ബൈബിൾ പറയുന്നത് ലിറ്റിൽ ബൈ ലിറ്റിൽ ആണ് സത്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തിരുന്നത് ദൈവം. അങ്ങനെ അല്പാൽപമായി.
അങ്ങനെയാണ് ദൈവം കൊടുത്തിരുന്നത്. ഒരുപക്ഷെ നവീകരണത്തിൻ്റെ തുടക്കത്തിൽ മാർട്ടിൻ ലൂതർ കണ്ടെത്തിയതുപോലെ ആ ശ്രേണിയിൽ അമേരിക്കൻ ഐക്യനാടുകളിലെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ അമേരിക്കയിൽ വലിയ ഉണർവുണ്ടാകുന്നു. അവിടുത്തെ ഉണർവെന്നാണ് അതിനെക്കുറിച്ച് പറയുക. ആ കാലഘട്ടത്തിലാണ് വില്യം മില്ലർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഒരു മെത്തേഡിസ്റ്റ് വിശ്വാസിയായിരുന്നു. പക്ഷേ അദ്ദേഹം ബൈബിളിനെക്കുറിച്ച് പഠിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു, മനസ്സിലാക്കാനും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ വേദപുസ്തകത്തെക്കുറിച്ച് അദ്ദേഹം പഠിച്ചു മനസ്സിലാക്കിയപ്പോൾ വാക്യങ്ങളായി കണ്ടെത്തി വായിച്ചു. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ദൈവം പ്രവചനങ്ങളുടെ പഠനത്തിലേക്ക് എത്തിച്ചു. ഈ പ്രവചനങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം 25-29 ഭാഗത്ത് പറയുന്ന 2300 സന്ധ്യവിശ്വസം കഴിയുമ്പോൾ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും എന്നൊക്കെയുള്ള ആ പ്രവചനങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ നയിക്കുകയും അദ്ദേഹം അമേരിക്കയിലുടനീളം ആ പ്രത്യാശ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ പ്രത്യാശയെക്കുറിച്ച് അത് ആദ്യം പഠിച്ചപ്പോൾ അവർക്ക് വായിക്ക് മധുരമായി തോന്നി. ആ ഒരു സത്യം പറയുകയും അനേകം ആളുകൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മൊഴികൾ നീതിയുള്ളതാണ്, അത് വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ടാം വരവിൻ്റെ സംഭവങ്ങൾ എങ്ങനെയാണ് യേശു വരുന്നതെന്നുള്ള കാര്യത്തിലേക്ക് ലോകത്തിന് വെളിച്ചം നൽകുവാൻ ദൈവം ഉപയോഗിച്ച വ്യക്തിയാണ് വില്യം മില്ലർ. പാസ്റ്റർ ജോസഫ്, വില്യം മില്ലർ എന്ന് പറയുന്നത് ഒരുപക്ഷെ നവോത്ഥാന കർത്താക്കളുടെ അവസാന ശ്രേണിയിലേക്ക് വരുന്നതായ ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. മാത്രവുമല്ല, ദൈവവചനത്തിൽ മറഞ്ഞു കിടന്നതായ പല സത്യങ്ങളും വെളിച്ചത്തിൽ ദൈവം നൽകിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ ദൈവം വെളിച്ചം ഫോഴ്സ്ഫുള്ളി നൽകിയതായ ഒരു വ്യക്തിയുമാണ് വില്യം മില്ലർ. ഈ വില്യം മില്ലർ തിരുവെഴുത്തുകളെ എങ്ങനെയാണ് വ്യാഖ്യാനിച്ചിരുന്നത്? വില്യം മില്ലർ തൻ്റെ പ്രാർത്ഥനയോടുകൂടിയുള്ള പഠനത്തിൽ അദ്ദേഹത്തിന് വെളിപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം ലോകത്തോട് അറിയിച്ചത്. എന്നാൽ കർത്താവിൻ്റെ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് അദ്ദേഹത്തിൽ വലിയ ഉണർവുണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെയും വലിയ ഉണർവിലേക്ക് എത്തിച്ചു. അതൊരു സത്യമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പിഴച്ചു പോയത് അദ്ദേഹത്തിൻ്റെ കണക്കൂടലനുസരിച്ച് ഈ 2300 സന്ധ്യ ഉത്സവം തികയോളം തന്നെ പിന്നെ വിശ്വമന്ദിരം യഥാസ്ഥാനപ്പെടും എന്നുള്ള ദാനിയേൽ 8:14 വാക്യം അദ്ദേഹം വ്യാഖ്യാനിച്ചത്. അതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ കണക്കൂടലനുസരിച്ച് AD 1844 ഒക്ടോബർ 22 കർത്താവ് വരുമെന്നായിരുന്നു. അങ്ങനെ ഒരു വ്യാഖ്യാനം അദ്ദേഹം കൊടുത്തു. അതുകൊണ്ട് അദ്ദേഹത്തെ പിന്തുടരുന്നവരെല്ലാം ആ ദിവസത്തിന് വേണ്ടി കാത്തിരുന്നു. പക്ഷേ അത് അവർക്ക് കർത്താവിനൊന്നും വന്നില്ല. അത് വരാതെ വന്നതുകൊണ്ട് അവർക്ക് വലിയ ഒരു നിരാശയുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹത്തിന് ആ കണക്കുള്ള ആ വ്യാഖ്യാനം തെറ്റായ വ്യാഖ്യാനമായിപ്പോയി. എന്നാൽ കർത്താവിന് യേശുക്രിസ്തു വരും എന്നുള്ളത് പൂർണ്ണമായിട്ടും അദ്ദേഹം വിശ്വസിക്കുകയും അത് ലോകത്തോട് പ്രസംഗിക്കുകയും ചെയ്തു. അദ്ദേഹം അത് പ്രസംഗിച്ച അവസരം തന്നെ ഈ കേരളത്തിലും വിദ്വാൻകുട്ടി അച്ഛൻ എന്ന് പറയുന്ന ഒരു അദ്ദേഹം കേരളത്തിലും പ്രസംഗിച്ചിരുന്നു. അതേ കാലഘട്ടത്തിൽ തന്നെ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് പ്രസംഗിച്ചെന്ന് ചരിത്രം പറയുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് ഒരു യാഥാർത്ഥ്യമാണെന്നുള്ള കാര്യം വില്യം മില്ലറിലൂടെയാണ് ലോകം അറിഞ്ഞത്. ശരിക്കും മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ദൈവത്തിൻ്റെ ഭക്തന്മാരെ സമാനമായ രീതിയിൽ ഉത്തേജിപ്പിക്കുകയും അവർ ഉണർന്ന് ദൈവത്തിൻ്റെ വചനങ്ങൾ പ്രസംഗിക്കുകയൊക്കെ ചെയ്തിരുന്നു. പാസ്റ്റർ ബിനോയ്, ദാനിയേലിൻ്റെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മുദ്രയിട്ടതായിട്ടാണോ ഇപ്പോഴും തുടരുന്നത്, അതോ രഹസ്യ സ്വഭാവമുള്ളതായ ദൈവവചനമാണോ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്? ഒരിക്കലും അതിന് ഇപ്പോൾ ഒരു രഹസ്യ സ്വഭാവമില്ല. അത് ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുക്കുന്ന സമയത്ത് അന്ത്യകാലത്തേക്ക് മുദ്രയിടാനാണ് പറഞ്ഞത്. ഈ അന്ത്യകാലം ആരംഭിച്ചു കഴിഞ്ഞതുകൊണ്ട് ഇനി അതൊരിക്കലും അടച്ചു വച്ചിട്ടില്ല. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം മുഖാന്തരമാണ്, കരുതൽ മുഖാന്തരമാണ് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്, എന്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മളുടെ വിശ്വാസത്തെ നോക്കിക്കൊണ്ട് പോകാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അടയാളങ്ങൾ ഒക്കെ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. വില്യം മില്ലറും 2300 സന്ധ്യവിശ്വസ്, വെളിപ്പാട് പുസ്തകത്തിലെ പ്രവചനങ്ങൾ, ഇതിനെ രണ്ടും പഠിക്കാനായിട്ട് വേദപുസ്തകം തന്നെ വേദപുസ്തകത്തെ വ്യാഖ്യാനിച്ചിരുന്നു. വേദപുസ്തകം തന്നെ വേദപുസ്തകത്തിന് തെളിവ് നൽകി. ഈ പ്രവചന പുസ്തകങ്ങൾ അപ്പോക്കാലിപ്റ്റിക് എന്ന പുസ്തകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് മിക്കവാറും ഉപമകളും അടയാളങ്ങളും കൊണ്ടാണ് എഴുതിയത്. ഇതിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കാൻ വേദപുസ്തകത്തിൽ നിന്ന് കണ്ടെത്തണം. വില്യം മില്ലറിനെ അതിനെ സഹായിച്ചത് മൃഗം എന്ന് പറയുന്നതൊക്കെ ദാനിയേൽ 7:17 മുതൽ 23 വരെ വാക്യം വരും. അതൊരു രാജ്യത്വമാണ് എന്ന് കാണാം. കാറ്റ് എന്നുള്ള പ്രയോഗം കാണാം. അത്
നാശത്തെയാണ് കുറിക്കുന്നതെന്ന് യിരെമ്യാവ് 49:36 കാണും. വെള്ളം എന്ന് പറയുന്നത് രാജ്യത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് വെളിപ്പാട് 17:15 കാണാം. സ്ത്രീ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് സഭയെക്കുറിച്ചാണ് പരാമർശിക്കുന്നതെന്ന് യിരെമ്യാവ് 6:2 എഫെസ്യർ 5:22-23 വാക്യത്തിലും കാണാം. പ്രവചനങ്ങളുടെ ദിനം, അതായത് 2300 സന്ധ്യ ഉഷസ്സും അത് ഡേ ആണ്, 1260 ദിവസം, അത് ഇയർ ഡേ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഒരു വർഷമായി കണക്കാക്കണം. ഇങ്ങനെ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടിയത് വില്യം മില്ലറിലൂടെയാണ്, അദ്ദേഹത്തിൻ്റെ പഠനത്തിലൂടെയാണ്. അങ്ങനെയാണ് ഈ പ്രവചനങ്ങൾ 2300 സന്ദേശം എന്നുള്ള കാര്യം കണ്ടെത്താനും മനസ്സിലാക്കാനും, അല്ലെങ്കിൽ അന്ത്യകാലത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് ലോകത്തിന് പറഞ്ഞു കൊടുക്കാൻ ഇടയാക്കി തീർത്ത സംഭവം. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതായ ഈ പ്രവചനങ്ങളൊക്കെ തന്നെ അത് യഥാസ്ഥാനത്ത് നിറവേറുകയും അത് ദൈവവചനത്തിൻ്റെ പഠനത്തിന് അത് ഉത്തേജനം നൽകുകയും ചെയ്തിരുന്നു. നമുക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് മടങ്ങി വരാം. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ദാനിയേലിൻ്റെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നതായ അടഞ്ഞ പുസ്തകം ഇപ്പോൾ അടഞ്ഞിട്ടുണ്ടോ, അത് ആർക്കാണ് തുറന്നിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നാം കൂടുതലായി ചർച്ച ചെയ്യും. ഞങ്ങളോടൊപ്പമായിരിക്കുക. ഗോഡ് ബ്ലെസ് യു. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, വീണ്ടും നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ബിനോയ്, നാം നേരത്തെ ചോദിച്ചതായ ഒരു ചോദ്യം നാം ചർച്ച ചെയ്യുകയും അതിന് പാസ്റ്റർ വളരെ മനോഹരമായ ഉത്തരം പറയുകയും ചെയ്തു. ദാനിയേലിൻ്റെ പുസ്തകം അടഞ്ഞ പുസ്തകമാണോ, തുറന്ന പുസ്തകമാണോ, രഹസ്യ സ്വഭാവമുള്ളതാണോ എന്ന് നാം പരിശോധിച്ചപ്പോൾ വാസ്തവത്തിൽ നാം വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ദാനിയേലിനോട് ദൈവം പറഞ്ഞതായ 2300 സന്ധ്യയും ഉഷസ്സിൻ്റെയും പ്രവചനം മാത്രമാണ് അവിടെ അല്പകാലത്തേക്ക് മുദ്രയിട്ട് സൂക്ഷിക്കുവാൻ പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. മറ്റു വേദഭാഗങ്ങളെല്ലാം തന്നെ ആ കാലത്തും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളതും ദൈവജനത്തിന് അറിവ് പകർന്നു കൊടുത്തതുമായ കാര്യമാണ്. കാരണം 2300 സന്ധ്യയും ഉഷസ്സിൻ്റെയും പ്രവചനം ആ കാലഘട്ടത്തിൽ ദാനിയേലിന് ഗ്രഹിക്കുവാൻ തക്കവണ്ണം കഴിയുന്നതിലും വ്യാപ്തിയുള്ളതായിരുന്നു. അതുകൊണ്ട് ദൈവം പറഞ്ഞു, അന്ത്യകാലത്ത് അനേകർ വന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കുകയും അറിവ് വർദ്ധിക്കുകയും അങ്ങനെ ദൈവത്തിൻ്റെ പ്രവചനങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുകയും ചെയ്യും എന്ന് പറയുന്നു. പാസ്റ്റർ ജോസഫ്, ദൈവത്തിൻ്റെ പ്രവചനങ്ങൾ നാം മനസ്സിലാക്കുകയും അത് ഗ്രഹിക്കുകയും ചെയ്യേണ്ടുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? വേദപുസ്തകത്തിൽ ധാരാളം പ്രതീകങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സാദൃശ്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദാനിയേൽ പ്രവചനത്തിൽ തന്നെയാണ് 2-ാം അധ്യായത്തിൽ പറയുന്ന സ്വർണ്ണ ബിംബം, അതുപോലെ 4 മൃഗങ്ങൾ, അതുപോലെ വെളിപ്പാട് പുസ്തകത്തിലും അങ്ങനെയുള്ള പ്രതീകങ്ങൾ കാണാം. ഈ പ്രതീകങ്ങളെല്ലാം അതിൻ്റെ യഥാർത്ഥമായ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചാൽ മാത്രമേ ശരിക്കും അത് ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അന്ത്യകാലത്ത് ഈ ജ്ഞാനം വർദ്ധിക്കും എന്ന് പാസ്റ്റർ പറഞ്ഞുവല്ലോ. ആ ജ്ഞാനം വർദ്ധിക്കുമ്പോൾ അനേകർ ഇത് പരിശോധിക്കും. ആ പരിശോധിക്കുമ്പോൾ അവർക്കിത് വെളിപ്പെട്ട് കിട്ടും. അപ്പോൾ ഈ അന്ത്യകാലത്ത് ജീവിക്കുന്ന നമുക്കും ഈ പ്രതീകങ്ങളായിട്ട് എന്നും നിന്നാൽ പോരാ, നമ്മളത് അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ വേണം. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ വേദപുസ്തകം കൊണ്ട് വേദപുസ്തകം വ്യാഖ്യാനിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ പാസ്റ്റർ ബിനോയ് പറഞ്ഞു കാറ്റ് എന്താണ്, അതുപോലെ സമുദ്രം എന്ന് പറഞ്ഞാൽ എന്താണ്. ഇത് ഓരോരുത്തരും വ്യാഖ്യാനങ്ങളുണ്ട്. അതെല്ലാം വേദപുസ്തകം തന്നെ പറയുന്ന വ്യാഖ്യാനങ്ങളാണ്, മനുഷ്യരുടെ വ്യാഖ്യാനങ്ങളല്ല. അപ്പോൾ ആ മാനുഷികമായ വ്യാഖ്യാനങ്ങൾക്ക് അപ്പുറമായി ദൈവിക വചനം നമുക്ക് നൽകുന്ന വ്യാഖ്യാനത്തിനനുസരിച്ച് കാര്യങ്ങൾ പഠിക്കാനും ഗ്രഹിക്കാനും നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. ഇന്ന് അത് വളരെ സാങ്കത്യമുള്ളതുമാണ് എന്നാണ് കാണാൻ കഴിയുന്നത്. അത് ഗ്രാഹ്യമാണ്. പാസ്റ്റർ ബിനോയ്, 2300 സന്ധ്യയും ഉഷസ്സും തികയുമ്പോൾ മറ്റൊരു കാര്യം സംഭവിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ആ സംഭവ്യം എന്തായിരുന്നു? ദൈവം ക്രമങ്ങളുടെ ഒരു ദൈവമാണ്. എല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്ന ദൈവമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 1-ാം വരവിനെ കുറിച്ചും പറയുന്നു. കാലസമ്പൂർണത വന്നപ്പോൾ, കാലം തികഞ്ഞപ്പോൾ കർത്താവായ യേശുക്രിസ്തു അഭക്തർക്ക് വേണ്ടി തക്ക സമയത്ത് മരിച്ചു എന്നൊക്കെ ബൈബിൾ വാക്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 1844 സംഭവിക്കേണ്ടുന്ന കാര്യം എന്താണെന്ന് ദൈവം മുന്നമേ കൂട്ടി പറഞ്ഞിരുന്നു. അത് 2300 സന്ധ്യോഷസ്സും പ്രവചനം പഠിക്കുമ്പോൾ അതിൻ്റെ കാലഘട്ടം എന്താണ്. BC 457 ഇസ്രായേലിൻ്റെ നഗരം പുതുക്കി പണിയാൻ കൽപ്പന കൊടുക്കുന്നത് മുതൽ ഇത്ര ആഴ്ചവട്ടക്കാലം ഇങ്ങനെ പറഞ്ഞിട്ടാണ് അവസാനം 1844 1844 കർത്താവായ യേശുക്രിസ്തു 2ാമത് വരുമെന്ന് വില്യം മില്ലറും കൂട്ടരും അതിനെ മനസ്സിലാക്കിയിരുന്നു. യഥാർത്ഥത്തിൽ സംഭവിച്ചത്
മഹാപാപ പരിഹാര ദിവസത്തിൽ ഭൂമിയിലെ കൂടാരത്തിൽ നടന്ന ശുശ്രൂഷ ഭൗമിക കൂടാരത്തിൽ നടന്നതാണ്. അതിൻ്റെ ഒരു യഥാർത്ഥ നിറവേറൽ സ്വർഗത്തിലെ വിശുദ്ധ മന്ദിരത്തിൽ നടക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മധ്യസ്ഥ ജോലി ചെയ്യുന്നതിന്, പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി സ്വർഗത്തിലെ വിശുദ്ധ മന്ദിരത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു എന്നുള്ളതാണ് 1844 നടന്ന ഒരു സംഭവം. അതിനെ പരിശോധനാ ന്യായവിധി സ്വർഗത്തിൽ ആരംഭിച്ചു എന്നതിനെക്കുറിച്ചുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. പാസ്റ്റർ ജോസഫ്, ഈ പാഠഭാഗത്ത് മറ്റൊരു കാര്യം നമുക്ക് പഠിക്കാനുള്ളത്, യെരുശലേം ദേവാലയം പുതുക്കി പണിയുവാൻ തക്കവണ്ണം കൽപ്പന പുറപ്പെടുവിച്ച നാൾ മുതലാണ് ഈ 2300 സന്ധ്യയും ഉഷസ്സും ആരംഭിക്കുന്നത്. എന്നാൽ വേദപുസ്തകത്തിൽ 3 കൽപ്പനകൾ പുറപ്പെടുവിക്കുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഏത് കൽപ്പനയാണ് ഈ പ്രവചനവുമായി ഏറ്റവും അടുത്ത് ഇഴുകിച്ചേരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് പ്രവചനത്തിൻ്റെ ആരംഭമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്? ഇസ്ലാമിക പൊതുപ്പണിയാനുള്ള കൽപ്പന 3 കൽപ്പനകളാണ് കൊടുക്കുന്നത്. 3 മൂന്നാമത്തെ കൽപ്പനയുടെ സമയത്താണ് എസ്ര, നെഹമ്യ എന്നിവരുടെ കാലഘട്ടത്തിൽ അത് നിറവേറുന്നത്. BC 457 ആ കൽപ്പന പുറപ്പെടുവിക്കുന്നു. ആ 457 മുതൽ ഉള്ള കണക്കാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ 2300 സന്ധ്യ ഉഷസ്സിൻ്റെ അവസാന കാലഘട്ടത്തിലേക്കാണ് വരുന്നത്. 1844 ആകുമ്പോൾ ആ കണക്കുകൂട്ടലനുസരിച്ചുള്ള സമയം തീർന്നു. പിന്നെ നടക്കേണ്ടത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ഈ ഇഹലോകത്തിലുള്ള ജീവിതവും അതിനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും കർത്താവിൻ്റെ സ്നാനവും ഇതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ക്രൂശീകരണമൊക്കെ നടക്കുന്നത്. അതോട് ബന്ധപ്പെട്ടാണ് ഈ ഭാഗം പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന ഈ എസ്ര, നെഹമ്യ എന്നീ 2 പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ നടന്ന ആ നിർമ്മാണം, അതിനുള്ള കൽപ്പന പുറപ്പെടുന്നത് 3ാമത്തെ കൽപ്പനയിലാണ് അത് സംഭവിക്കുന്നത്. 2 കൽപ്പനകൾ അത് മറന്നെങ്കിലും 3ാമത്തെ കൽപ്പനയിലാണ് യഥാർത്ഥത്തിൽ നടപ്പിലാകുന്നത് എന്നാണ് കാണാൻ കഴിയുന്നത്. പാസ്റ്റർ ബിനോയ്, അതുപോലെ ദാനിയേലിൻ്റെ പ്രവചനം 9ാം അധ്യായം അതിൻ്റെ 25-26 വാക്യങ്ങളിൽ ഒരു പ്രവചന കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നു. ആ പ്രവചന നിവർത്തി എപ്രകാരമാണ് സംഭവിച്ചത്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ BC 457 തുടങ്ങിയ ഈ പ്രവചനം പിന്നീട് വരുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണം, അവൻ്റെ സ്നാനം, പിന്നീട് വരുന്നത് 1260 വരെയുള്ള മതാന്ധതയുടെ കാലം. അതിനുശേഷമാണ് 1844 എന്ന് പറയുന്ന ഒരു കണ്ടെത്തലിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. പാസ്റ്റർ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് തൊട്ട് മുൻപായി സംഭവിക്കേണ്ടുന്നതായ പല കാര്യങ്ങളും ഈ 2300 സന്ധ്യ ഉഷസ്സിൻ്റെയും പ്രവചനത്തിൽ അടങ്ങിയിരിക്കുന്നതായിട്ട് കാണുവാൻ തക്കൊണ്ട് സാധിക്കും. അതിൽ പ്രധാനമായും തൻ്റെ ജനത്തിൻ്റെ രക്ഷ അവസാനിക്കുമെന്ന് ഈ പ്രവചനത്തിൻ്റെ ഒരു ഭാഗത്ത് പറയുന്നു. എങ്ങനെയാണ് ആ ജനത്തിൻ്റെ രക്ഷ അവസാനിച്ചത്? എങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തു ഈ പ്രവചനത്തിൻ്റെ ഒരു പൂർത്തി വരുത്തുവാൻ തക്കവണ്ണം ചില കാര്യങ്ങൾ നിർവഹിച്ചത്? 1844 എന്നുള്ള ആ പ്രവചന ഭാഗത്തിൻ്റെ അവസാന ഭാഗങ്ങൾ വരുമ്പോൾ കാണുന്നത് BC 457 യെരുശലേമിൻ്റെ പുതുക്കിപ്പണിയാനുള്ള കൽപ്പന എസ്ര, നെഹമ്യ എന്നീ പുരോഹിതന്മാരുടെ കാലത്ത് നൽകി. അവർ ആ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അപ്പോൾ അതിനുള്ളിൽ പിന്നീട് നടക്കേണ്ട കാര്യം 70 ആഴ്ചവട്ടത്തിൻ്റെ ഒരു കണക്കാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ദാനിയേൽ അത് മനസ്സിലാകാതെ വന്നപ്പോൾ ദാനിയേൽ ആകപ്പാടെ വിഷമത്തിലായി. അപ്പോൾ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ട തൻ്റെ ജനത്തിൻ്റെ വിടുതലിന് ഇനിയും 70 വർഷം കാത്തിരിക്കണമല്ലോ എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലുണ്ടായി. അപ്പോൾ അതിൻ്റെ പ്രായോഗികമായ അർത്ഥം എന്താണെന്നുള്ള കാര്യം ദാനിയേൽ വെളിപ്പെടുത്തി കൊടുത്തു. ദാനിയേൽ അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ 70 ആഴ്ചവട്ടത്തിൻ്റെ കാര്യം നമ്മൾ പഠിക്കുമ്പോഴാണ് ഇനിയും 70 വർഷം കൊണ്ട് നിൽക്കുന്നില്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ 70 ആഴ്ചവട്ടത്തിൽ ആദ്യത്തെ 7 ആഴ്ചവട്ടം, ആ 7 ആഴ്ചവട്ടം ഒരു ദിവസത്തിൻ്റെ 1 വർഷം എന്ന കണക്കനുസരിച്ചാണെങ്കിൽ 49 വർഷമായി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നോക്കുമ്പോൾ പിന്നെ 62 ആഴ്ചയാണ്. അപ്പോൾ 62, 7, 69 ആഴ്ചയായി. പിന്നെ അവസാനം ഒരാഴ്ച. ആ ഒരാഴ്ചയിൽ ആഴ്ചവട്ടത്തിന് മധ്യേ അഭിഷേകത്തിന് ഛേദിക്കപ്പെടണം. അപ്പോൾ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടണം. അപ്പോൾ അതിന് മുമ്പേ AD 30 കർത്താവായിരുന്ന യേശു ക്രിസ്തു സ്നാനമേറ്റു. AD 34 കർത്താവ് ക്രൂശിക്കപ്പെട്ടു. അതിനുശേഷം പിന്നെ ശേഷിക്കുന്നത് ആ കണക്കനുസരിച്ച് പിന്നെ 1810 വർഷമാണ്. അപ്പോൾ 1810 വർഷത്തോടെ 34 ചേർക്കുമ്പോൾ 1844 അപ്പോൾ 1844 ആകുമ്പോഴത്തേക്കാണ് യഥാർത്ഥത്തിൽ ഒരു അന്ത്യ പ്രവർത്തനം ഉണ്ടായി, അഥവാ ഒരു പ്രത്യേക ഒരു മൂവ്മെൻറ്റ് ഉണ്ടായി. ആ മൂവ്മെൻറ്റിൻ്റെ ഫലമായിട്ട് സൗദിയുടെ സഭ ഉടലെടുക്കാനുള്ള കാരണം അതാണ്. അങ്ങനെയാണ് നമുക്ക് തിരുവനന്തപുരത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ ചർച്ച നമ്മുടെ പ്രേക്ഷകർക്ക് പ്രയോജനകരമായി തീർന്നു എന്ന് പ്രത്യാശിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ചർച്ചയിൽ പങ്കെടുത്തതിന് ദൈവനാമത്തിൽ നന്ദി പറയുന്നു. പ്രിയ പ്രേക്ഷകരെ, നാം ഓരോരുത്തരും പ്രവചന ഭാഗമായി തീരുവാൻ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ
ഈ പഠനം നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും.